പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ അന്തരിച്ച CPMന്റെ തീപ്പൊരി സഖാവ് സൈമൺ ബ്രിട്ടോയുടെ ഭാര്യ സീന ഭാസ്കറും പുണ്യം തേടി ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തു. നമുക്കറിയാം, വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്ത് 1983 ഒക്ടോബർ 14 കത്തിക്കുത്തേറ്റ് അരയ്ക്ക് താഴെ സ്വാധീനം നഷ്ടപ്പെട്ട് തുടർന്നുള്ള കാലം മുഴുവൻ ചക്രക്കസേരയിൽ ജീവിച്ച സൈമൺ ബ്രിട്ടോയ്ക്ക് താങ്ങും തണലുമായിരുന്നു ഭാര്യ സീന ഭാസ്കർ. ഇപ്പോൾ സീന ഭാസ്കർ മഹാകുംഭമേളയിൽ പങ്കെടുത്തതാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത്. മഹാകുംഭമേളയ്ക്കെത്തിയ സീന ഭാസ്കർ ജുന അഖാഡയുടെ വക ടെന്റിലാണ് പ്രയാഗ്രാജിൽ താമസിച്ചത്. അവിടെ ഒട്ടേറെ പഴയകാല SFI പ്രവർത്തകരടക്കം സ്നാനം ചെയ്യാൻ എത്തിയിരുന്നു. ജുന അഖാഡയിലെ മഹാമണ്ഡലേശ്വരായ ആനന്ദവനം ഭാരതി എന്ന സ്വാമി പഴയ SFI പ്രവർത്തകനായ സലീലാണ്. അതുപോലെ ഈയിടെ ജുന അഖാഡയിൽ സന്യാസിയായി മാറിയ അഖില വിമൽ മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോഴും പിന്നീട് MAയ്ക്കും PhDക്കും JNUവിൽ പഠിക്കുമ്പോഴും SFIയുടെ സജീവ പ്രവർത്തകയായിരുന്നു. SFIയുടെ കേന്ദ്ര കമ്മിറ്റിയിലും അഖില വിമൽ ഉണ്ടായിരുന്നു. നിഖില വിമൽ എന്ന നടിയുടെ ചേച്ചിയായ അഖില വിമലിന്റെ ഇപ്പോഴത്തെ പേരാകട്ടെ അവന്തിക ഭാരതി എന്നാണ്. അത്തരത്തിൽ ഇപ്പോൾ തീപ്പൊരി സഖാക്കളെല്ലാം തന്നെ മഹാകുംഭമേളയിൽ പങ്കെടുത്തത് ഏറെ ചർച്ചയാവുകയാണ്. അക്കൂട്ടത്തിലാണ് ഇപ്പോൾ സൈമൺ ബ്രിട്ടോയ്ക്ക് താങ്ങും തണലുമായിരുന്ന ഭാര്യ സീന ഭാസ്കറും ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്ത വാർത്തകൾ പുറത്തുവരുന്നത്. അതായത് സൈമൺ ബ്രിട്ടോയുടെ ഭാരതയാത്രയുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഭാര്യ സീന ഭാസ്കർ ഒരു പുസ്തകം തയ്യാറാക്കിയിരുന്നു. സൈമൺ ബ്രിട്ടോ 2015 ഏപ്രിൽ 1 തുടങ്ങി ഏതാനും ആഴ്ചകൾ എടുത്ത് ഭാരതം മുഴുവൻ യാത്ര ചെയ്യുകയായിരുന്നു. ആ അനുഭവങ്ങൾ പുസ്തകമാക്കാൻ അദ്ദേഹം 3 വർഷത്തോളം പല സഹായികളെ ഉപയോഗിച്ച് എഴുതിയെങ്കിലും അത് പൂർത്തിയാക്കും മുൻപ് തന്നെ ബ്രിട്ടോ മരണപ്പെടുകയായിരുന്നു. എന്നാൽ ബ്രിട്ടോ പോയതിന് പിന്നാലെ ബ്രിട്ടോ എഴുതിയ പല പേജുകളും നഷ്ടപ്പെട്ടതായി കണ്ടു. ഏകദേശം 1500ഓളം പേജുകളാണ് നഷ്ടപ്പെട്ടിരുന്നത്. പിന്നീടാണ് ബ്രിട്ടോ സഞ്ചരിച്ച വഴികളിലൂടെ ഭാര്യ സീന ഭാസ്കർ സഞ്ചരിച്ച് ആ രചന പൂർത്തിയാക്കിയത്. അതേസമയം സൈമൺ ബ്രിട്ടോയുടെ മരണത്തിൽ ഭാര്യ സീന ഭാസ്കർ ചില സംശയങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. അസുഖം വന്ന് 12 മണിക്കൂറിലധികം കഴിഞ്ഞാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചതെന്നായിരുന്നു ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളത് പറഞ്ഞത്. ബ്രിട്ടോയുടെ മരണം സംബന്ധിച്ച് ഓരോരുത്തരും അവരുടേതായ രീതിയിൽ കഥകളൊക്കെ മെനഞ്ഞു. എന്താണ് സത്യാവസ്ഥയെന്ന് ഇപ്പോഴും വ്യക്തമല്ല. മെഡിക്കൽ റിപ്പോർട്ടിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ഇതിൽ തനിക്ക് വല്ലാത്ത സങ്കടമുണ്ടെന്നും ഭർത്താവ് സൈമൺ ബ്രിട്ടോയുടെ മരണം സംബന്ധിച്ച് സീന ഭാസ്കർ അന്ന് പങ്കുവച്ച ഒരു കുറിപ്പും ശ്രദ്ധേയമായിരുന്നു. ഇപ്പോൾ ഡൽഹിയിലാണ് സീന ഭാസ്കർ മകൾക്കൊപ്പം സ്ഥിര താമസം. ഇതിനിടെയാണ് മഹാകുംഭമേളയ്ക്ക് എത്തിയ വാർത്തകളും പുറത്തു വരുന്നത്. അതേസമയം ഡൽഹിയിൽ മഹാകുംഭമേളയ്ക്ക് പോകാൻ എത്തിയവർ തിക്കിലും തിരക്കിലും പെട്ട ദുരന്തപ്പെട്ട വാർത്തകളും പുറത്തു വന്നിരുന്നു. അവരുടെ മരിച്ചവരുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ രംഗത്തെത്തുകയാണ്. മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം, അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2.5 ലക്ഷം രൂപ വീതവും, ചെറിയ പരിക്കുള്ളവർക്ക് 1 ലക്ഷം രൂപ വീതം നൽകുമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് വിശദമായിട്ടൊരു അന്വേഷണം നടത്തുകയാണ്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്ന് തന്നെ പോലീസ് അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ റെയിൽവേയും വിശദീകരണം നൽകിയിരിക്കുന്നു. യാത്രക്കാരിൽ ചിലർ സ്റ്റെയർകേസിൽ തെന്നി വീണത് അപകടത്തിന് കാരണമായെന്നും വൻ ആൾക്കൂട്ടമായതിനാൽ തിരക്കിൽപ്പെട്ട് അപകടമുണ്ടാകുകയായിരുന്നു എന്നും റെയിൽവേ പറയുകയാണ്. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു അപകടം സംഭവിക്കുന്നത്. പ്രയാഗ്രാജ് എക്സ്പ്രസിൽ പോകാനായി ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് രാത്രി സ്റ്റേഷനിലെത്തിയത്. പ്ലാറ്റ്ഫോം 14 നിന്നായിരുന്നു ട്രെയിൻ പുറപ്പെടേണ്ടിയിരുന്നത്. ഇതിനിടെ 12, 13 പ്ലാറ്റ്ഫോമുകളിൽ എത്തേണ്ടിയിരുന്ന സ്വതന്ത്ര സേനാനി ഭുവനേശ്വർ രാജധാനി എക്സ്പ്രസുകൾ വൈകി. ഇതോടെയാണ് 3 പ്ലാറ്റ്ഫോമുകളിലും വൻ ജനക്കൂട്ടം ഉണ്ടാകുന്നത്. തുടർന്ന് തിക്കും തിരക്കും ഉണ്ടാവുകയായിരുന്നു. തിക്കും തിരക്കിലും പെട്ട ആദ്യം 15 പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ മരിച്ചവരുടെ എണ്ണം കൂടുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. 11 സ്ത്രീകൾ, 2 പുരുഷന്മാർ, 2 കുട്ടികൾ എന്നിവർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ദുഃഖം രേഖപ്പെടുത്തി. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്താനാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉത്തരവിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.